തന്നെ ഇരിക്കുന്ന നിങ്ങളാ ലേറ്റ്. ആ ഓക്കേ, ഇതാ ഇപ്പൊ വരാം. ഉണ്ണി ഉണ്ണി നീ അടുത്തതാ വേഗം വാ, വേഗം വാ. അടുത്തതായിട്ട് വാ നമുക്ക് പോവാം. നല്ല ചൂടായിട്ടുള്ള ഹൽവ റെഡി. ആ അച്ഛാ ഫസ്റ്റ് എനിക്ക്. അല്ല എനിക്കാ. ഓക്കെ മക്കളെ. ആദ്യം ഹൽവ ചോദിച്ചത് ഞാനാ, അതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് താ. 3 പേർക്കും തരാം, ആരും ടെൻഷൻ അടിക്കണ്ട. ഉണ്ണി എല്ലാവർക്കും സെർവ് ചെയ്യും. സ്പൂണുകൊണ്ട് ഹൽവ എടുക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഉണ്ണി നീ കൊച്ചുകുട്ടിയല്ലേ, നിനക്കത്ര ബലമില്ലെന്ന് തോന്നുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഇങ്ങതാ എടുക്ക. ഹൽവ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പിടിച്ച് ഓ സോറി. അത് റൈറ്റ് ഹാൻഡ് വെച്ചല്ലേ ചെയ്യണ്ടേ, ലെഫ്റ്റ് ഹാൻഡ് ആയിപ്പോയി. അതുകൊണ്ടാ. ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ, അതെ ഏട്ടാ, പുറത്തു പോയി 4-5 പണിക്കാരെ വിളിച്ചോണ്ട് വരാൻ പറ്റോ? എന്തിന്? തവി പുറത്തെടുക്കേണ്ടതല്ലേ. എല്ലാം കറക്റ്റ് ആയിട്ടാണല്ലോ അച്ഛാ നമ്മൾ ചെയ്തേ. പിന്നെന്താ പറ്റിയേ? വീഡിയോ കണ്ടിട്ട് അടുക്കള പണി ചെയ്താലേ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അത് ഒരുപാട് നേരം അടുപ്പത്ത് വെച്ചില്ലേ, അതുകൊണ്ടാ തവി ഇങ്ങനെ ആയിപ്പോയത്. ചുറ്റിക കൊണ്ട് അടിച്ചാലും ഇത് ഇളകി വരില്ല. പാവം നിങ്ങൾ രണ്ടുപേരും. എനിക്ക് വേണ്ടിയല്ലേ ബുദ്ധിമുട്ടിയത്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹൽവ ഉണ്ടാക്കാം. വേണ്ട, താൻ റെസ്റ്റ് എടുക്ക്, ഞാൻ തന്നെ ഒന്നും ഉണ്ടാക്കാം. എന്റെ റെസ്റ്റ് എല്ലാം അവസാനിച്ചു. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ ഉണ്ടാക്കി തരാം. വസുന്ധര, അയ്യോ കീർത്തി, അച്ഛാ 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 അച്ഛാ. എന്ത് പറ്റിയടാ കൊച്ചുമോനെ? അച്ഛാ എന്താടാ, എന്തിനാ ഒച്ച വെക്കുന്നേ? എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒരു ചതി ചെയ്തേ? നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്തെന്നാ? സത്യം എന്തെന്ന് പറയാമേ. ഞാനും അഖിലും നിങ്ങളുടെ മക്കൾ തന്നെയാണോ, അതോ ആ അബിയാണോ നിങ്ങളുടെ സ്വന്തം മോൻ? പറയേ. എന്തിനാ അതിന് ഞങ്ങളോട് ചോദിക്കുന്നേ? എല്ലാം നിങ്ങൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? മനസ്സിലാക്കിയ കാര്യം സത്യമാണെന്ന് ഇപ്പൊ അച്ഛന്റെ വായിന്ന് അറിയണം. നമ്മുടെ സ്വത്ത് മുഴുവനും അച്ഛൻ എന്തിനാ അവന്റെ പേരിൽ എഴുതി വെച്ചതാ? ആരുടെ പേരിലാ എഴുതിയിരിക്കുന്നത്? നമ്മുടെ സ്വത്ത് മുഴുവനും ആ അബിയുടെ പേരിൽ എന്തിനാ എഴുതി വെച്ചെന്നാ ചോദിച്ചേ. അവൻ ചോദിക്കുന്ന കേട്ടില്ലേ, മറുപടി പറയട്ടാ. ഏട്ടന്റെ സ്വത്ത് ഏട്ടന്റെ മക്കളുടെ പേരിൽ എഴുതാതെ ചെറിയേട്ടന്റെ മകന്റെ പേരിൽ എന്തിനാ എഴുതിയത്? ഞങ്ങളെക്കാലം അവനാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ആ വിഷയം ഞങ്ങളോട് പറയാമായിരുന്നല്ലോ.
അപ്പൊ തന്നെ ഈ വീട് വിട്ട് വെളിയിൽ പോവായിരുന്നല്ലോ. സ്വത്തെല്ലാം ആ അനാഥന് എഴുതി കൊടുത്ത് ഞങ്ങളെ വഴിയാധാരാക്കുന്നാണോ കരുതിയത്? എന്നിട്ട് ആ പിച്ചക്കാരനെ വലിയവനാക്കെന്ന് വിചാരിച്ചു അല്ലേ? ആരാടാ അനാഥൻ? ആരാ ഭിക്ഷക്കാരൻ? അഭിയെപ്പറ്റി ഇനി എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞങ്ങളുടെ സ്വത്തെന്ന് അനുജനും ജ്യേഷ്ഠനും കൂടി തുള്ളിച്ചാടി പറയുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ സ്വത്തല്ലടാ, എന്റെ അനുജന്റെ സ്വത്താണ്. അവൻ പോയപ്പോ അഭിയെയും സ്വത്തുക്കളും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. നമ്മൾ താമസിക്കുന്ന ഈ വീട് പോലും എന്റെ അനുജന്റെയാ. അഭി വളർന്നു വലുതായി കഷ്ടപ്പെട്ട് ഈ സ്വത്ത് 10 മടങ്ങ് വലുതാക്കി. നമ്മളെ ആരെയും കഷ്ടപ്പെടാൻ അനുവദിക്കാതെ നന്നായിട്ട് നോക്കി. എന്നിട്ട് നമ്മളോ അവനെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ഏട്ടൻ പറഞ്ഞത് സത്യമാണോ? ഇത് സത്യമാണ് ജയന്തി. ഇത്രയും നാളും ഞാനിത് നിന്നെപ്പോലും അറിയിക്കാതെ എന്റെ മനസ്സിൽ തന്നെ ഒതുക്കി നിർത്തി. അവരുടെ കാലശേഷം അഭി അനാഥനാകരുതെന്ന് കരുതി എന്റെ അനുജൻ എല്ലാ സ്വത്തും നമ്മളെ ഏൽപ്പിച്ചു. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വത്തെല്ലാം അഭിയുടേത് മാത്രമാ. അഭിയുടെ കഠിന പ്രയത്നം കൊണ്ട് സ്വത്ത് 10 മടങ്ങ് വലുതായി. എന്നാൽ അതിൽ നിന്നും ഒരു പൈസ പോലും ആഗ്രഹിക്കാതെ അഭി ഈ വീട്ടിൽ നിന്നും മൗനമായി പുറത്തേക്ക് പോയി. അങ്ങനെയുള്ള പുണ്യാത്മാവ് എവിടെ ഇരിക്കുന്നു? സ്വത്തിനു വേണ്ടി അത്യാഗ്രഹം കാണിക്കുന്ന ഈ പാപജന്മങ്ങൾ എവിടെ ഇരിക്കുന്നു? എടാ, നിങ്ങൾ ചെയ്ത തെറ്റ് എത്രയ്ക്ക് വലുതാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജന്മം തന്നതിന് ഞങ്ങളും ഇപ്പൊ ദുഃഖം അനുഭവിക്കുക. അവനെ നമ്മൾ മനസ്സിൽ വെച്ച് ദൈവത്തെ പോലെ പൂജിക്കുന്നതിന് പകരം അവന്റെ നെഞ്ചത്ത് ചവിട്ടി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ തെറ്റിനൊന്നും ഒരിക്കലും പ്രായശ്ചിത്തം കിട്ടില്ല. ഒരു ദൈവവും നമ്മളോട് ക്ഷമിക്കില്ലടാ. മനുഷ്യൻ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും ദൈവത്തിന് ഒരു നഷ്ടവുമില്ല. എന്നാൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദൈവം തന്നെ പുറത്തേക്ക് പോയാൽ മനുഷ്യന് പിന്നെ ജീവിക്കാൻ കഴിയില്ല. ദൈവത്തെ പോലെ അഭി ഈ വീട്ടിൽ നിന്നും ഉടുത്തിരുന്ന തുണിയോടെ പുറത്തേക്ക് പോയി. തന്റെ വീടിനെയും തന്റെ സ്വത്തിനെയും നമുക്കായി വിട്ടു തന്നിട്ട് പോയി. നമുക്ക് കൊട്ടാരം പോലെയുള്ള വീട് തന്നിട്ട് അവരും കുടുംബവും ചെറിയ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നു.
നമുക്ക് സഞ്ചരിക്കാനായി കാറ് തന്നിട്ട് അവൻ എങ്ങനെയാണ് ചുറ്റിത്തിരിയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് കഴിക്കാനായി അവൻ അവകാശപ്പെട്ട അരി തന്നിട്ട് അവൻ എന്താണ് കഴിക്കുന്നതെന്നറിയാമോ? നമുക്ക് തണല് തന്നിട്ട് അവൻ വെയിലത്ത് കിടക്കുന്നു. അവൻ മനുഷ്യനല്ലടാ, ദൈവമാണ്. നമ്മൾ ദിവസവും പൂജിക്കേണ്ട ദൈവമാണവൻ. എന്റെ മക്കളായി ജനിച്ച നിങ്ങൾ രണ്ടുപേരും മനുഷ്യത്വമില്ലാത്തവരായിപ്പോയി. അവൻ കഷ്ടപ്പെട്ട് ഇത്ര നാളും നമുക്കെല്ലാം ആഹാരം തന്നടാ. അതിന്റെ ഒരു നന്ദി പോലും ഇല്ലേടാ നിനക്കൊക്കെ. നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയം താങ്ങുമെങ്കിൽ ഇനി ഒരു സത്യം കൂടി ഞാൻ പറയാം. ഈ വീടും സ്വത്തുക്കളുമെല്ലാം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അഭി എന്നേ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സ്വത്തുക്കളെല്ലാം തന്റേതാണെന്നും ഇതിന്റെ ഏക അവകാശി താൻ മാത്രമാണെന്നും അവിക്ക് പണ്ടേ അറിയാമടാ. അങ്ങനെയൊക്കെ ആണെങ്കിലും സോമാനസാലെ, ഈ വീട് വിട്ടുപോകാൻ നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഒന്നും മിണ്ടാതെയാണ് അവൻ പുറത്തേക്ക് പോയത്. ഇത് എന്റെ വീട്, എന്റെ സ്വത്തെന്ന് പറഞ്ഞ് നിങ്ങളെ പുറത്താക്കാൻ അവൻ എല്ലാ അധികാരവും ഉണ്ടായിരുന്നിട്ടും തലകുനിച്ചുകൊണ്ടാ അവൻ ഈ വീട് വിട്ട് പുറത്തേക്ക് പോയത്. എന്താണെന്നറിയാമോ? അവന് നമ്മളോടുള്ള സ്നേഹം, ജീവൻ. നമ്മളാണടാ അവനെല്ലാം. അവന് നമ്മളെല്ലാം ജീവന്റെ ജീവനാ. എന്നാൽ നമുക്ക് അവൻ എങ്ങനെയാടാ ഈ വീടിന് ആവശ്യമില്ലാത്തൊരു ഭാരമായി തോന്നി? നിങ്ങൾക്ക് അവന്റെ സ്വത്ത് വേണം, എന്നാൽ അവനെ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലേ? നിങ്ങൾ അവന്റെ ഹൃദയം കീറി മുറിച്ചു. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ മാത്രമാണെന്ന് എന്താണ് മക്കളെ മനസ്സിലാക്കാതെ പോയത്? നിങ്ങൾ കീറിമുറിച്ച ആ ഹൃദയം ഇപ്പോഴും നിങ്ങളെ ഓർത്ത് മാത്രമാടാ വിങ്ങുന്നത്. നിങ്ങൾ സന്തോഷമായിരുന്നാൽ അവൻ അത് മതിയെന്ന് വിചാരിക്കുന്നവനാ. നിങ്ങളുടെ അച്ഛനായതുകൊണ്ട് ഞാൻ ദുഃഖിക്കണോ, അതോ ഒരിക്കലും അവന്റെ അച്ഛനാകാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിക്കണോ? എനിക്കറിയില്ല മക്കളെ. അവനില്ലാത്ത ഈ വീട്ടില് എനിക്ക് ഒരു നിമിഷം പോലും കഴിയാനാവില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ.
വസുന്ധര വസുന്ധര, താൻ പറഞ്ഞ പോലെ ചീര വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. വസുന്ധര, ആർ യു ഓക്കെ? വസുന്ധര, വസുന്ധര, തന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? ഭാവനേച്ചി എന്നെ ഫോൺ ചെയ്തിരുന്നു. ഹലോ ചേച്ചി. എന്തു പറ്റി ചേച്ചി? എന്തിനാ കരയുന്നേ? ഈ വീട്ടിൽ താമസിക്കേണ്ടത് ഞങ്ങളല്ല വസു, നിങ്ങളാണ്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഈ വീടും സ്വത്തും എല്ലാം അച്ഛന്റെയോ എന്റെ ഭർത്താവിന്റെയോ അഖിലിന്റേതോ അല്ല, അബിയുടേതാ. സ്വന്തം വീട്ടിൽ നിന്ന് തന്റെ സ്വത്തെല്ലാം ഉപേക്ഷിച്ച് അബി നിന്നെയും കുട്ടികളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. സ്വത്തെല്ലാം തന്റെ പേരിലാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനൊരു ത്യാഗം ചെയ്ത് ഒരു വാക്ക് പോലെ എതിർത്ത് സംസാരിക്കാതെ ഒന്നും അറിയാത്തവരെ പോലെ ഇവിടുന്ന് പോയി. അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊരു നല്ല മകനാണെന്ന് മാത്രമേ എനിക്ക് അറിയൂ. ഭാസ്കരേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയനായും അഖിലിന്റെ പ്രിയപ്പെട്ട ചേട്ടനായും മാത്രമേ എനിക്ക് ഏട്ടനെ അറിയൂ. ഭാവനേച്ചിക്ക് ഒരു അനിയനായും കാർത്തികയ്ക്ക് ഒരച്ഛന്റെ സ്ഥാനത്തുമാണ് ഏട്ടനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അനുവിനും കീർത്തിക്കും ഏട്ടനൊരു നല്ല അച്ഛനാണെന്നും എനിക്കറിയാം. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവാണെന്നും എനിക്കറിയാം. പക്ഷെ അത്രയും സ്വത്ത് ഉപേക്ഷിച്ചിട്ട് വന്ന ഒരു വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഏട്ടാ. ഞങ്ങൾക്കിടയില് നിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ഭാസ്കരേട്ടൻ പറയുന്ന സമയത്ത് നിങ്ങൾ താമസിക്കുന്നത് എന്റെ വീട്ടിലാണെന്ന് പറയാൻ പറ്റുമെങ്കിലും അത് പറയാതെ മൗനമായിട്ട് ഇറങ്ങി വന്നില്ലേ? ഇത്രയും വലിയൊരു മനസ്സില് എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് അറിയുമ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നാ. സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെയും കൂടെപ്പിറപ്പിനെയൊക്കെ കൊല്ലാൻ പോലും മടിക്കാത്ത ഈ കാലത്ത് നിങ്ങളെപ്പോലൊരു മനുഷ്യനുള്ളത്, അതും അങ്ങനെ ഒരാൾ എനിക്ക് ഭർത്താവായി കിട്ടിയതും ഞാനതൊരു പുണ്യമായിട്ട് കരുതുകേട്ടാ. അത്രയും സ്വത്തും വീടും ഒക്കെ വിട്ടിട്ട് വരാൻ ഏട്ടൻ എങ്ങനെയാ കഴിഞ്ഞേ? എനിക്ക് വേണ്ടത് എന്തെന്നാൽ അമ്മയും അച്ഛനും ഏട്ടനും അഖിലും വസുന്ധരയാ. എന്റെ കയ്യിലുള്ള സ്വത്ത് എന്റെ ബന്ധങ്ങൾക്ക് തടസ്സമാണെങ്കിൽ അതെനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നത്. ഏട്ടൻ ശരിക്കും ഒരു ദൈവത്തെ പോലെ. ഇല്ല വസുന്ധര, ഞാൻ അവരുടെ സ്വന്തം മകനല്ലെങ്കിലും ഇത്രയും കാലം എന്നെ സ്വന്തം മകനെ പോലെ നോക്കിയ എന്റെ അച്ഛനും അമ്മയാണ് ദൈവം. എന്നെ സ്വന്തം ഏട്ടനും അനിയനുമായിട്ട് കണ്ട ഏട്ടനും അഖിലുമാണ് എനിക്ക് സ്വന്തം. എന്നെ സഹോദരനും മകനുമായി സ്നേഹിച്ച എന്റെ ഏട്ടത്തി ഒരു ദേവതയാണ്. ഇനി എന്റെ മുമ്പിൽ 1000 കോടി രൂപ കൊണ്ടുവച്ചാലും അതൊക്കെ എനിക്ക് വെറും പുല്ലുവിലയാണ്. എപ്പോഴാണെങ്കിലും എനിക്ക് അവരാണ് പ്രധാനം, സ്വത്തുക്കളല്ല. ഏട്ടന്റെ ഈ വലിയ മനസ്സിന് മുമ്പില് വീട്ടിലുള്ള എല്ലാവരും തല കുനിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം വരും. പണമാണ് ഏറ്റവും വലുതെന്ന് കരുതുന്ന ഈ ലോകത്ത്
ആ പണത്തെക്കാളും സ്വന്തം ബന്ധങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഏട്ടന്റെ മുന്നിൽ ആ പണം പോലും തലകുനിച്ച് നിൽക്കും. ഏട്ടന്റെ വലിയ മനസ്സിനെ അവരെല്ലാവരും എന്നെങ്കിലും മനസ്സിലാക്കി ഏട്ടനെ അന്വേഷിച്ച് വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഏട്ടാ. ഞാൻ അവരെ വിട്ട് പിരിഞ്ഞിരുന്നാലും എന്റെ മനസ്സെപ്പോഴും അവരോടൊപ്പം തന്നെ ആയിരിക്കും വസുന്ധര. അവര് വന്നാലും ഇല്ലെങ്കിലും അവരൊക്കെ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി. അവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്.